നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വർഷയ്ക്ക് ഒട്ടും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രിയ അങ്ങോട്ടേക്ക് വന്നത്. കാരണം എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ ഒന്ന് കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് പ്രിയയുടെ വരവെന്ന് മനസ്സിലായി. അവൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. മുമ്പ് ഭയങ്കര അഹങ്കാരത്തോടു കൂടി പറഞ്ഞതാ അവളുടെ ക്രെഡിറ്റ് ആണ് കമ്പനിക്ക് അവാർഡുകളൊക്കെ കിട്ടിയെന്ന്. പക്ഷേങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ല ആൾക്കാർ കയറത്തില്ലല്ലോ. ശ്രീകാന്ത് അവിടുന്ന് ഷെഫായി കുറെ കാലം അവിടെ തുടർന്നായിരുന്നു. പിന്നീട് ശ്രീകാന്തും മാറിയതിന് ശേഷം കട തിരക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വർഷയ്ക്ക് മനസ്സിലായി. വർഷ വിട്ടുകൊടുക്കോ? വർഷ അത് ശ്രീകാന്തിനോട് പറയുകയും ചെയ്തു. ശ്രീകാന്തെ, ഞാൻ നോക്കിയിട്ട് ശ്രീകാന്ത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നത് നല്ലത്. ഈ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള പൈസ എൻ്റെ അച്ഛനും അമ്മയൊക്കെ തരും. കുറച്ച് പൈസ തന്നല്ലോ, ഇനി ബാക്കി പൈസയും കൂടെ ഉണ്ടാക്കി തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ശ്രീകാന്ത് സമ്മതിച്ചില്ല. അതെ, എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന്, മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കരുതെന്ന്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വേണം എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട്. അതിനിപ്പോൾ എന്താ ശ്രീകാന്തെ, എനിക്കിവിടെ അവകാശപ്പെട്ട പൈസയല്ലേ അച്ഛനും അമ്മയും തന്നേ. ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ പോകാൻ തീരുമാനിച്ചു. ഒരു പക്ഷേ പ്രിയ പറഞ്ഞ പോലെ കമ്പനിയുടെ പാർട്ട്ണർ ആവുകയാണെങ്കിൽ എനിക്കതിൻ്റെ ലാഭവിഹിതമൊക്കെ കിട്ടും. ആ ലാഭവിഹിതം തന്നെ സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ എനിക്ക് അധികം വൈകാതെ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. വർഷ പറഞ്ഞ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം. പക്ഷെ എന്തോ എനിക്ക് ആ പ്രിയ എന്നെ കൂടി ഇഷ്ടപ്പെട്ടില്ല. അത് നിനക്ക് അവളോട് ദേഷ്യം ഉള്ളതുകൊണ്ടാ വർഷേ അങ്ങനെയൊക്കെ തോന്നണേ. കടല്ലേ, ഇപ്പം നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ വിളിക്കുന്നല്ലേ, അപ്പൊ പിന്നെ നമ്മള് എതിര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വർഷയ്ക്കും കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു വർഷയ്ക്ക്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കാരണം ഒരു കാരണവശാലും പ്രിയയുടെ കൂടെ ഇനി ജോലിക്ക് പോകരുതെന്നായിരുന്നു വർഷയുടെ തീരുമാനം. ഈ സമയത്ത് രേവതി വീട്ടിലേക്ക് വന്ന് ആലോചിച്ചു. ടീച്ചറമ്മയോട് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് ടീച്ചറമ്മ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. എന്തുകൊണ്ടായിരിക്കും സച്ചേട്ടന് അന്ന് അങ്ങനെ ദുരനുഭവം ഉണ്ടായത്? അതെന്താ ഏതാണെന്ന് അറിയത്തില്ല. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം, പക്ഷെ ആരും ഒന്നും പറയണില്ല. എത്ര വില കൊടുത്തിട്ടാണ് ശരി ആ സച്ചേട്ടൻ്റെ ആ പഴയ കാര്യം, ആ കുഞ്ഞുനാൾ സംഭവിച്ച ആ ദുരന്തം എന്താണെന്ന് തിരിച്ചറിയണം. എല്ലാവരും ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, അതുപോലെ തന്നെ സച്ചേട്ടനോടൊക്കെ മാറി മാറി ചോദിച്ചു. പക്ഷെ അവരതൊന്നും പറയാനായിട്ട് കൂട്ടാക്കില്ല. രേവതിക്ക് അതിൻ്റെതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ടീച്ചർ അമ്മയെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ അതില്ലാതെ വന്നു കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷനാ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ശ്രുതിക്ക് അറിയില്ല. അവസാന പ്രതീക്ഷയായിരുന്നു ശ്രുതി ഫോൺ എടുക്കുന്നുള്ളത്. താനാണെങ്കിലോ ആത്മഹത്യാ ഭീഷണി മുഴക്കുള്ള മെസ്സേജ് അയച്ചിട്ടും അതിന് പോലും റിപ്ലൈ തന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഷോപ്പിലേക്ക് ചെല്ലാം എന്ന് കരുതിയിട്ട് ശ്രുതി എന്ത് ചെയ്തു, നേരെ ഒരു ഇൻകേഴ്ച ഷോപ്പിലേക്ക് ചെല്ലുവാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞേ ശ്രുതി കടയിലേക്ക് വന്നിട്ടില്ലെന്ന്. ആ കടക്കാരൻ ചോദിച്ചു, അല്ല മാഡത്തിനെ വിളിച്ചു പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആ എങ്കിൽ ചിലപ്പം ഇന്ന് ലീവ് ആയിരിക്കും, ഇന്ന് വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. മാഡം ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോയി നോക്ക്. ചിലപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതാണെന്ന് അറിയത്തില്ലോ. മാഡം ചിലപ്പോൾ പാർലറിൽ പോയ സമയത്ത് വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കും ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞാൽ കഴിയുന്നെന്നുള്ള കാര്യം സ്റ്റാഫിനൊന്നും അറിയത്തില്ലോ. അപ്പം ശ്രുതി പാർലറിലേക്ക് പോയി. അപ്പോൾ ശ്രുതി കടയിലേക്ക് വന്നില്ല, വേറെ എവിടെയെങ്കിലും പോയി. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. കാരണം ശ്രുതി ഇപ്പം വേറെ താമസിക്കുന്ന അതേക്കുറിച്ചൊന്നും കടയിലുള്ള സ്റ്റാഫുകൾക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ശ്രുതിക്ക് ആകെപ്പാടെ വിഷമമായി. വീട്ടിലേക്ക് പോകാനും പറ്റില്ല. ശ്രുതിയെ വിളിച്ചിട്ടാണ് കോളും എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു മനപ്രയാസം മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ ലോട്ടറി അടിച്ച മട്ടിലായിരുന്നു. ചന്ദ്രമതിയുടെ മനസ്സ് നിറയും പ്രിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കോടീശ്വര പുത്രി, ബിസിനസ്സുകാരി ആവാനായിട്ട് ആഗ്രഹിക്കുന്നവള്. 10-15 കോടിയൊന്നും അവൾക്കൊന്നുമല്ല. അവളുടെ അച്ഛനും ഭയങ്കര കോടീശ്വര. അങ്ങനെയാണെങ്കിൽ തന്റെ ശ്രുതിക്ക് വേണ്ടിയൊന്ന് ആലോചിച്ചാലോ? ആ ശ്രുതി എന്ന് പറയുന്ന ഒരുമ്പെട്ടവള് ജീവിതത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ശ്രുതി രക്ഷപ്പെട്ടത് തന്നെ. പ്രിയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്നൊരു ചിന്ത. തന്റെ മോനും ഒരു ബിസിനസ്സുകാരനാണല്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് ചന്ദ്രമതി ഇരിക്കുമ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്രേ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറഞ്ഞു. അത് രവിയേട്ടാ, എന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്ത് പ്ലാൻ? എന്താന്ന് പറ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം പറഞ്ഞല്ലേ ചന്ദ്രൻ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞല്ലോ രവിയേട്ടാ, അതൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമില്ല. അത് നടക്കണേന്ന് എന്റെ പ്രാർത്ഥന. നടക്കണേന്ന്? അതെ, അത് നടക്കും രവിയേട്ടാ. ഈ ചന്ദ്രൻ ഒരു കാര്യം ആഗ്രഹിച്ച അത് സാധിച്ചെടുക്കൂന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ഇവിടെ എന്താ മനസ്സിലാഗ്രഹിച്ച ഒന്നും കൂടെ മനസ്സിലായില്ലേ രവീന്ദ്രന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി സുധിയുടെ മുറിയിലേക്കൊന്നു. സുധിയോട് ചോദിച്ചു, എടാ നീ ഇതെന്താടാ ഷോപ്പിൽ പോകാത്തെ? അല്ല പിന്നെ അമ്മ, അത് ഞാൻ ഷോപ്പിൽ തിരക്കുറ, പിന്നെ ജോലിക്കാരുണ്ടല്ലോ. എടാ നിന്നോട് എത്ര വട്ടം പറഞ്ഞടാ
ജോലിക്കാരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞാൽ നിന്റെ തലയിലേക്ക് കയറത്തില്ലേ? അല്ല അത് ഞാന് എടാ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇരുന്നിട്ട് എന്താവാനായിട്ടാ? കട പോയിരുന്നല്ലേ 10 പൈസ ഉണ്ടാക്കുള്ളൂ. നല്ല ബിസിനസ്സുകാരൊക്കെ അങ്ങനെയാ. ഈ കട തുടങ്ങിയിട്ട് ഇത്ര നാളായി, നിനക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടായിട്ടുണ്ടോടാ? അവന് പറയാൻ പറ്റുമോ? ശ്രുതിയ കടയിലേക്ക് വരും, അതുകൊണ്ടാണ് താൻ പോവാത്തെ. ശ്രുതിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ സർവ്വ നിയന്ത്രണം വിടും, ചിലപ്പോൾ അവളുടെ പിന്നാലെ താൻ പോകുന്നു. ചന്ദ്രമതി പറഞ്ഞു, എടാ ആ ശ്രുതി എന്ന് പറയുന്നവളെ എത്രയും പെട്ടെന്ന് നീ ഈ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഒഴിവാക്കാനോ? അതേടാ, ദേ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നൊരു കോടീശ്വര പുത്രിയായിരിക്കും എന്ന് പറഞ്ഞു. കോടീശ്വര പുത്രിയ? അതേടാ, കുറച്ചു മുമ്പ് ഇവിടെ വന്ന് ആ പെങ്കൊച്ചിനെ കണ്ട പ്രിയ എന്ന് പറഞ്ഞേ, ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റ് മാനേജറുടെ മോളാ അവള്, ഓണറുടെ മോളാണ്. കണ്ടില്ലേ, അവള് വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരിയാ. നീ അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ നിനക്കും ബിസിനസ്സിൽ അവളോടൊപ്പം ചേരാം. അത് മാത്രമല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ നീ ആരാ? ഒരു കോടീശ്വരന്റെ പുത്രനായിട്ട് തന്നെ മാറും. അവളുടെ അച്ഛന് കോടികളൊക്കെ ആസ്തിയുണ്ടെന്ന് പറഞ്ഞു. സത്യമാണമ്മേ? അതെ, പക്ഷെ നീ ശ്രുതിയെ മറക്കണം. ശ്രുതിയുമായിട്ട് ഡിവോഴ്സ് കൊടുക്കണം. അല്ല പിന്നമ്മേ, അത് മറന്ന് ഡിവോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്ക് നല്ലൊരു ജീവിതം വേണം എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ നോക്കിയിട്ട് അതേ ഒരു പോംവഴിയുള്ളൂ. ശ്രുതിക്ക് ആകെ ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പണത്തിന് മേലെ പരുന്നും പറക്കില്ല എന്ന് പറഞ്ഞോണക്ക് ശ്രുതി തന്നോട് മൊത്തം ചതിയാ ചെയ്തിരിക്കുന്നേ. പക്ഷേ എങ്കില് ഇതാണെങ്കിലോ, ഇനിയിപ്പോൾ അവള് സമ്മതിക്കോ? അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, അമ്മ അവള് സമ്മതിക്കോ? എടാ അതൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം. എനിക്ക് ആ പെങ്കൊച്ചിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നീ ഒരു വക്കീലിനെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് ശ്രുതിയുമായിട്ടുള്ള ബന്ധം വേർപിരിയാൻ നോക്ക്. അതാ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മ തന്റെ നന്മയെ കരുതിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയണേ. പക്ഷെ എന്നാലും ശ്രുതി അവൾക്ക് വിഷമാവൂലേ? അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആകെപ്പാടെ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങാനും ഡിവോഴ്സിന്റെ കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണം? അവൾ തന്നെ അത്ര സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അവൾ ഈ കള്ളത്തരങ്ങളെ കാണിച്ചേ. ശ്രുതിക്ക് അങ്ങനെ അങ്ങോട്ട് ശ്രുതി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അമ്മ പറഞ്ഞ വാക്കുകൾ, ജീവിതം ഒന്നും ഉള്ളടാ. അത് നീ ഇങ്ങനെ അവളെ പോലെ ദുഷ്ടയോടെ ജീവിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാണെങ്കിൽ പ്രിയെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കണം. അവർ ഉയരങ്ങൾ സ്വപ്നം കാണുന്ന എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സിനെ ഇളക്കാൻ നോക്കുന്നുണ്ട്. ശ്രുതി ആകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, അമ്മ പറഞ്ഞാലും കാര്യമുണ്ടെന്നൊക്കെ മനസ്സിലായി. പിന്നീട് പിറ്റേ ദിവസം ശ്രുതി കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി വീണ്ടും പിറ്റേ ദിവസം കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷും എന്താന്ന് ചോദിച്ചു. ശ്രുതി, എനിക്ക് അല്പം സംസാരിക്കാണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, നീ ചെയ്ത് എന്താന്ന് നിനക്കറിയാലോ. എന്റെ അമ്മയ്ക്ക് മുക്കുവണ്ണം കൊടുത്ത് പറ്റിച്ചു. അതിന്റെ പേരിൽ എനിക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടതായിട്ട് വന്നു. എല്ലാത്തിനും കാരണം നീ ഒറ്റയൊരുത്തിയാ. എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കല്ല. മര്യാദയ്ക്ക് കടന്നു പോയിക്കോണമെന്നും പറഞ്ഞ അലറുവാണ്. ശ്രുതി, ഞാനൊന്നും പറഞ്ഞോട്ടെ പ്ലീസ്, നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാടി നീ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. എന്നിട്ടിപ്പോ എന്നെ സോപ്പിടാൻ വന്നിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞ് ശ്രുതിയെ കടയിൽ നിന്ന് ഇറക്കി വിടുവാണ്. ശ്രുതി ആകെപ്പാടെ വല്ലാതെ ആയിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.